ആദ്യമായി പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ താമസത്തിന് നന്ദി പറയുന്നു, മാപ്പ് ചോദിക്കുന്നു. 2022 ഓഗസ്റ്റ് 30-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിന് ഉടമ്പടി എടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് 17 വർഷമായി ഞങ്ങൾക്ക് വീടിന് മുറ്റം കെട്ടാൻ സാധിക്കുന്നില്ലായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് കല്ല് കൊണ്ടുവന്നിട്ടിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമല്ല, എന്താണോ എന്നറിയില്ല, വീടിൻ്റെ മുറ്റം കെട്ട് നടക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ മതിൽ കെട്ട് അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ചോദിച്ചു എന്താ ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീടിൻ്റെ മുറ്റം വർഷങ്ങളായിട്ട് കെട്ടാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞതുപോലെ ആ ഉടമ്പടി കാലാവധി തീരുന്ന 90 ദിവസത്തിന് മുന്നേ വീടിൻ്റെ മുറ്റം കെട്ടാൻ നടന്നു. മതിൽ കെട്ടാൻ പറ്റി. വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു ആശീർവാദം ആ വീടിൻ്റെ മുറ്റം കെട്ടുന്നിടത്ത് കൊണ്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടി. ഇനി അടുത്തതായി വേറൊരു കാര്യം, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 22 വർഷമായിട്ട് അതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പോട്ടർമ എന്നാണ് പറയുന്നത്, തേനീച്ച പോലെ ഇരിക്കുന്ന ഒരു സാധനം. അത് ഈ കാറ്റ് വരുന്ന പോലെ ഇങ്ങനെ കാറ്റ് ഊതുമ്പോൾ അത് ഭയങ്കര ശക്തിയോടെ അതുങ്ങൾ വന്ന് വീടിൻ്റെ അകത്തിട്ട് കയറും. അയൽവക്കത്തെ വീട്ടിലൊന്നുമില്ല. അത് ഈ കശുമാവിൻ തോട്ടത്തിലുണ്ടാകുന്ന ഒരു ജീവിയാണ്. അത് ഇവിടെയുള്ളവർക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ലൈറ്റ് ഇടത്തില്ല, TV ഓണാക്കത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് പറന്ന് വന്ന് ഈ പാത്രത്തിലും TV എല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വെഞ്ചിരിച്ച ഉപ്പ് വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ ആ മഹാശല്യത്തിൽ നിന്ന്, ആ പൈശാചികതയിൽ നിങ്ങൾക്ക് മോചനം കിട്ടി. ഇപ്പം പിന്നെ വല്ലപ്പോഴും ലൈറ്റ് വരുമ്പം ഓരോ പ്രാണികൾ വരുന്നത് പോലെ വരുന്നതല്ലാതെ ഞങ്ങൾക്കത് വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഒരു 7-8 വർഷമായിട്ട് എനിക്ക് ഈ അലർജിയുടെ ഒരു തുമ്മല. രാവിലെ എണീറ്റ് വന്നാൽ ഒരു 20 വട്ടമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. അപ്പോൾ തുമ്മി നമ്മൾ മടുക്കും. ജലദോഷമൊക്കെ വന്ന ഒരു 4 തുമ്മൽ തുമ്മിക്കഴിയുമ്പോഴേ നമുക്ക് ക്ഷീണം വരുമല്ലോ. പക്ഷേ ഇവിടെ വന്ന് ഈ വെഞ്ചിരിച്ച നേർച്ച വസ്തുവും ഉപ്പും വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ അലർജി മൂലമുള്ള തുമ്മൽ മാറി. ഇപ്പം സാധാരണ ജലദോഷം വരുമ്പോഴല്ലെങ്കിൽ 1-2 തുമ്മുന്നതല്ലാതെ തുമ്മലില്ല. പിന്നെ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ അവരെ ആരെ ഇവിടെ കൊണ്ടുവന്ന് അവർ വേണമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ, അതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുമുണ്ട്. പരിശുദ്ധ അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഈ 2022 ഓഗസ്റ്റ് 30-ന് ഉടമ്പടി എടുത്ത ആ മാസം മുതൽ ഈ മാസം വരെ എല്ലാ മാസവും കൃത്യമായിട്ട് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. പത്രം ഞാൻ കലോത്സവ നഗരങ്ങളിൽ, ഓട്ടോ സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, എവിടെയെല്ലാം കൊടുക്കാൻ പറ്റുമോ അവിടെയെല്ലാം കൊടുക്കും. ചിലർ ദേഷ്യപ്പെടും, ചിലർ കളിയാക്കി ചിരിക്കും. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാറുണ്ട്. വയ്യാതെ കിടക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ വാരി കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റാറില്ല. എന്നാലും പറ്റുമ്പോഴൊക്കെ എല്ലാ ഞായറാഴ്ച ഇതുവരെ മുടക്കിയിട്ടില്ല. പിന്നെ ഇട ദിവസങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ പോകാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് എന്നും പോകാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം വീട്ടിലില്ലാത്തതുകൊണ്ടും കൂടിയാണ് പോകാൻ പറ്റാത്തത്. പരിശുദ്ധ അമ്മ ഈശോയിൽ വഴി നിന്ന് മേടിച്ചു തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി പറയുന്നു. പുറപ്പാട് 15:26 നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആൻസി വർഗീസ് എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയുടെ ഈ പ്രത്യക്ഷീകരണ തിരുവെളുത്താരയിൽ തൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി ഈ എൽത്താരയിൽ വെളിപ്പെടുത്തിയത് 10-17 വർഷമായി വീടിന് ചുറ്റുമതിൽ കെട്ടുവാൻ പരിശ്രമിച്ച് ഒരു തരത്തിലും നടക്കാതെ കല്ലുകൾ ഇറക്കിയിട്ട് വർഷങ്ങളായിട്ടും അത് ഒന്ന് ചെയ്യുവാൻ പറ്റാത്ത വിധത്തിൽ ക്ലേശിച്ച നാളുകളിൽ നിരന്തരമായ തടസ്സങ്ങൾ മൂലം ആ പ്രവൃത്തി ചെയ്യുവാനാവാതെ മേടിച്ചിട്ട കല്ലുകൾ തന്നെ
അത് പൊടിഞ്ഞു, അത് പൂപ്പൽ പിടിച്ചും ഒക്കെ ഇങ്ങനെ പുരയിടത്തിൽ കിടക്കുമ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുമ്പോൾ വെച്ച ഒരു പ്രധാന വിഷയമായിരുന്നു മുറ്റം കെട്ടുവാനായിട്ട്, ചുറ്റുമതിൽ കെട്ടുവാനായിട്ട് അമ്മ ഒരു വഴി തുറന്നു തരണമെന്ന്. സഹോദരി പറയുന്നുണ്ട്, ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി ഉടമ്പടി ഉപ്പ് ആ കല്ലുകളുടെ പുറത്തേക്ക് തളിച്ച് ആ വീടിൻ്റെ 4 അതിരിലും ഉപ്പ് വിതറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും ഈശോയുടെ സഹായവും കാവൽ ദൂതരുടെ നിരന്തരമായ സാന്നിധ്യവും തേടി പ്രാർത്ഥിച്ചത് വഴി വളരെ ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് തന്നെ അന്ന് വരെ ചെയ്യാൻ സാധിക്കാതിരുന്ന ആ ഒരു പ്രവൃത്തി അമ്മ മാതാവും തിരുക്കുമാരനും കൂടി കുടുംബത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ച് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, നമുക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത ഒരു പ്രത്യേക പ്രാണിയുടെ ശല്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പൊട്ടുറുമ എന്നൊരു വിളിക്കുന്നു. അത് കൂട്ടമായിട്ട് വന്ന് വീടിനകത്തേക്ക് ഇരച്ചു കയറുകയും ഒരു കാറ്റ് വരുന്നത് പോലെ ഇരച്ചു കയറി വീട് മുഴുവനും അത് കൈയടക്കുകയും ചെയ്യുന്ന വലിയ ദുരിതപൂർണമായ ക്ലേശത്തിലൂടെ ഒത്തിരി വർഷങ്ങൾ 10-22 വർഷം ഈ കുടുംബം കടന്നുപോയതിനെയാണ് സൂചിപ്പിക്കുന്നത്. വന്നാൽ ഭക്ഷണം വയ്ക്കുവാനാവില്ല, ഭക്ഷണം കഴിക്കുവാനാവില്ല, മുറിയിൽ ലൈറ്റ് ഇടുവാനാവില്ല, TV ഓൺ ചെയ്യുവാനാവില്ല, മക്കൾക്ക് പഠിക്കുവാനാവില്ല. ഇങ്ങനെ ഇരുട്ടത്ത് ജീവിക്കേണ്ട അവസ്ഥയിൽ രാത്രികൾ മാറിക്കൊണ്ടിരുന്ന വളരെ ദുരിതപൂർണമായ ദിവസങ്ങളാണ് ഈ ഒരു പ്രാണി വീടിനകം മുഴുവനും കൈയടക്കിക്കൊണ്ട് ജീവിതത്തെ തന്നെ അലോസരമാക്കിക്കൊണ്ട് മാറിക്കൊണ്ടിരുന്നത്. ഈ ഉടമ്പടി എടുക്കുവാൻ പോലും ഒരു പ്രധാന കാരണമായിരുന്നു. ഒരു പൈശാചിക ബാധ പോലെയാണ് കുടുംബത്തിനത് കാണപ്പെട്ടത് പോലും. മറ്റു വീടുകളിലൊന്നും ഈ വിഷയമില്ല. എല്ലാ പ്രാണിയും ഈ ഒരു വീട്ടിലേക്ക് മാത്രം നിരന്തരം ഇങ്ങനെ കയറി വന്ന് വീടിൻ്റെ സമാധാന അന്തരീക്ഷം മുഴുവനും തകർത്ത് സാധാരണ ജീവിതം മുഴുവനും തകർത്ത് വല്ലാതെ ക്ലേശത്തിലാക്കുമ്പോഴാണ് ഒരു പൈശാചിക ബാധയാണോ എന്ന് പോലും സംശയിച്ചുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് കണ്ണീരോടെ കുടുംബം എത്തുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് തിരികെ പോയപ്പോൾ ചെയ്തത് എവിടെയൊക്കെയാണോ വീടിനകത്തേക്ക് ഹോളിലൂടെ ഈ പ്രാണി കയറുവാൻ സാധ്യതയുള്ളത് പറയുന്നുണ്ട്. പേനിനേലും ഒരു അല്പം കൂടി വലിപ്പമുള്ളൊരു പ്രാണി, എത്ര ചെറുതെന്ന് നമുക്കതറിയാം. ആ ഹോളിലൂടെ കയറുവാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഉപ്പ് വിതറി ഒപ്പം വീടിൻ്റെ 4 ചുറ്റും ഉപ്പ് വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണയിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം ഉണരുമ്പോൾ കാണുന്നത് വീടിൻ്റെ 4 ചുറ്റിനും ഈ പ്രാണി ഇങ്ങനെ കൂട്ടമായി ചത്തുകിടക്കുന്നതാണ്. പിന്നീട് ആ പ്രാണിയുടെ ശല്യം കുടുംബത്തിന് വരുന്നില്ല. വല്ലപ്പോഴും 1-2 പ്രാണി വന്നു നോക്കി പോകുന്നതല്ലാതെ ആ ശല്യ ബാധ പോലെ കുടുംബത്തെ അലോസരപ്പെടുത്തിയ വലിയ ശല്യത്തിൽ നിന്ന് പൂർണ്ണമായും കുടുംബത്തിൽ ലഭിച്ച സംരക്ഷണത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ അസാധ്യമായി നിൽക്കുന്നത് ഒരു തരത്തിലും നമുക്ക് പരിഹാരം കണ്ടെത്താനാവാതെ കുഴകുന്ന വിഷയങ്ങൾക്ക് അമ്മ മാതാവ് ജീവിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കണ്ണീര് കണ്ടുകൊണ്ട് നാം അമ്മയോട് വിശ്വസ്തത പുലർത്തുവാൻ സന്നദ്ധരാണെങ്കിൽ നമുക്ക് പോലും വിസ്മയകരമായ പ്രവൃത്തികളിലൂടെ ഏതൊരു മഹാമാരിയിൽ നിന്നും ഏതൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുള്ള തടസ്സങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങളെ നിരന്തരം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.